ചുമ്മാ പോകുന്ന ഒരാൾ വഴി പോകുന്നത് നമുക്ക് എന്തെങ്കിലും സസ്പെഷൻ ഉണ്ടെങ്കിൽ അവർ ക്രൈം കമ്മിറ്റ് ചെയ്തു അല്ലെ അവന്റെ ഗൺ ഉണ്ടെന്ന് നമുക്ക് തുടക്കകാലങ്ങളിൽ റേസിസം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഷെറഫിന്റെ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ രസകരമായ അമേരിക്കൻ പോലീസിന്റെ കൂടെയുള്ള ഇന്റർവ്യൂ സെക്ഷന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. ഇപ്പോൾ ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്, അത് പോയി കണ്ടുവന്നിട്ട് ഇത് തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ ശരിക്കും നിങ്ങളിൽ ഓരോരുത്തരും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ സപ്പോർട്ടും നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളാണ് നമ്മൾ അമേരിക്കൻ പോലീസിനോട് നിങ്ങളിൽ ഒരാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പോലീസുകാരാണെങ്കിലും അവരുടെ ബിസി സ്കെഡ്യൂളിന് ഇടയ്ക്ക് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ഒരു ഇന്റർവ്യൂ സെക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ലെറ്റ്സ് ജംപ് ഇൻടു അവർ സെക്ഷൻ. ഇറ്റ്സ് മീ ജോയൽ റജി, ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗർ. മാത്യു, ഞാൻ ഫിലഡൽഫിയ പോലീസായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടില് പത്തനാപുരം പെടവൂര്. എന്റെ പേര് റോബിൻ സാമുവൽ, ഞാൻ ഫിലഡൽഫിയ ഷെറിഫ്സ് ഓഫീസിലെ ഡെപ്യൂട്ടി ഷെറിഫായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ പേര് റീജോ കോരുതു, ഞാനാണെങ്കിൽ ഫിലഡൽഫിയ പോലീസിൽ വർക്ക് ചെയ്യുന്നു. എന്റെ നാട്ടിൽ കൊട്ടാരക്കര വാള. ടൈസൺ മാത്യു, ഞാനിപ്പം ബെൻസാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നു, നാട്ടിൽ കോട്ടയം. തുടങ്ങിയാലോ? തീർച്ചയായും. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഇനിഷ്യലി നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, അപ്പൊ ആസ് എ ഏഷ്യൻ അല്ലെ ഒരു ബ്രൗൺ എന്ന നിലയ്ക്ക് തുടക്കകാലങ്ങളിൽ റേസിസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? റേസിസം ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും വേറൊരു കൺട്രി പോകുമ്പോൾ എന്തായാലും നമുക്ക് ഒരു തരം വരെയൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ആസ് ഒരു ഓഫീസറായിട്ട് ഡ്യൂട്ടി തുടങ്ങിയ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? Yes, like, so struggle ഞാൻ പറയത്തില്ല. We have experiences. Yeah, ഞാനിവിടെ വന്ന് 16 വയസ്സാണ് വന്നത്. സോ ഞാൻ 18 വയസ്സാകുമ്പോൾ മിലിറ്ററി ജോയിൻ ചെയ്തായിരുന്നു. ഞാൻ മിലിറ്ററി ജോയിൻ ചെയ്തത് 1 year before 9/11. സോ ഞാൻ ജോയിൻ ചെയ്ത് മിലിറ്ററി ഉള്ളപ്പം 9/11 ഹാപ്പൻ. ഞാനത് ബേസിക് ട്രെയിനിങ്ങിൽ പോയി. സോ obviously you can imagine. So ഒരു ഇന്ത്യൻ ബ്രൗൺ ആയിട്ട് ബേസിക് ട്രെയിനിങ് പോവുക, 9/11 നടന്നോളൂ. സോ obviously people have questions. പക്ഷേ നമ്മൾ ഡീൽ അനുസരിച്ചിരിക്കും. നമ്മൾ ചുമ്മാ അങ്ങോട്ട് ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനിപ്പം ഫിലഡൽഫിയ പോലീസിൽ 6 വർഷം ചെയ്തു, അതിന് ബെഞ്ച് അത് 15 വർഷമായി. സോ ഞാൻ ആദ്യം കയറിയപ്പം ഐ വാസ് ഓൾ ഇന്ത്യൻ ഇൻ മൈ യൂണിറ്റ്. സോ ബേസിക്കലി അവർക്ക് അറിയത്തില്ല ഇറ്റ്സ് വെർ യു ഫ്രം, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, നമുക്കും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനത് ഡീൽ ചെയ്ത് വെച്ചാൽ ഇസ് more friendship. So I invite them house. Indian food കഴിക്കാൻ അവർ ഇൻട്രസ്റ്റഡ് ഉണ്ട്. So everybody is open. അപ്പം അങ്ങനെ നമുക്കൊരു കൾച്ചറലി ആകുമ്പോൾ അങ്ങോട്ട് ഫ്രണ്ട്സ് ആവുക, you just share your experience ചെയ്തുവാണെങ്കിൽ it's not hard. Exactly. അപ്പോൾ ആൾക്കാർ is actually more interested. So അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ചൂടായിട്ട് റേസിസം എന്ന് പറഞ്ഞാൽ നോ, ലൈക്ക് ഈസി, നോ പോയിന്റ്. അതിനെക്കാളും നമ്മൾ ഫ്രണ്ട്സ് ആക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹേ ഞാൻ ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോകുന്നുണ്ട്, കഴിക്കുമല്ലോ. എൻ്റെ പാർട്ട്ണർ ഫിലിപ്പീൻ ആയിരുന്നു, വേറെ 2 പാർട്ട്ണറുകളും ഉണ്ടായിരുന്നു, വൈക്കായിരുന്നു. സോ നെവർ ഇന്ത്യൻ ഫുഡ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വിളിക്കും, ഇൻട്രൊഡ്യൂസ് ടു ദാറ്റ് തിങ്, ഇൻട്രൊഡ്യൂസ് ടു കൾച്ചർ. ദാറ്റ്സ് ഓൾ ഇറ്റ്. സോ അങ്ങനെ പോവാണെങ്കിൽ ബേസിക്കലി എല്ലായിടത്തും ഉള്ളതാണ്. എല്ലാവർക്കും ചെറിയ റേസസ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യും ഒരു ആൾക്കാരെ കാണുമ്പോൾ. അതിപ്പം ഏതാണെങ്കിലും നമ്മൾ ആൾക്കാരെ പ്രീ ജഡ്ജ് ചെയ്യുക. പക്ഷെ നമ്മൾ വൺസ് ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ആയി കഴിയുമ്പോൾ ആൾക്കാർ അത് മാറി വരും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം. നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ ഓൺ മെന്റാലിറ്റി ആദ്യം മാറ്റണം. നമ്മള് മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും ബാക്കി അങ്ങോട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ പോകും. ബേസിക്കലി നമ്മളൊരു ആളെ കണ്ടു, അന്നേരം നമ്മൾ ഹലോ ഹായ് പറഞ്ഞു. നമ്മളിപ്പം മസിൽ പിടിച്ചിട്ട് പോകണമെന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹായ് എന്തോ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു, ദേ ഗോ ഡു ദ സെയിം റിയാക്ഷൻ. അന്നേരം ഒരു ഇന്ററാക്ഷൻ ആയ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇന്ററാക്ഷൻ ആത്ത കാര്യങ്ങൾ. ഈ അവിടുന്ന് ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സീനിയർ ഓഫീസറിനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം അമേരിക്കയിലുണ്ടോ? എങ്ങനെയാണ് രീതി? സല്യൂട്ട് തുടങ്ങുന്നത് നമ്മളിപ്പം സാർജന്റ് അബോ തുടങ്ങുന്ന റാങ്ക് മുതൽ ഇപ്പൊ നമുക്ക് റാങ്ക് പൊസിഷൻ ഉണ്ട്. പോലീസ്, ഞങ്ങൾക്ക് ഫിലഡൽഫിയ പോലീസിൽ നമുക്ക് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അതിന്റെ തൊട്ട് പുറകിൽ കോർപ്പറൽ ഉണ്ട്. കോപ്പറിന്റെ മേളിലാണ് സാർജന്റ്, സാർജന്റ് മേളിൽ ലിeutenant ഉണ്ട്, ക്യാപ്റ്റൻ, പിന്നെ നമുക്ക് ഇൻസ്പെക്ടർ, ചീഫ് ഇൻസ്പെക്ടർ. അതിന് മേളിലെല്ലാം അപ്പോയിന്റഡ് പൊസിഷൻസ് ആണ് വരുന്നത്, ഡെപ്യൂട്ടി കമ്മീഷണർ, കമ്മീഷണർ വരുന്നത്. അപ്പൊ നമ്മൾ സല്യൂട്ടിംഗ് റാങ്ക് എന്ന് പറയുന്നത് സാർജന്റ് അബോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അവര് ഫുൾ യൂണിഫോം വിത്ത് അവരുടെ ഹാറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ നമ്മുടെ ഹാറ്റ് ഓൺ ആണ്, നമ്മൾ ഫുൾ യൂണിഫോമിലാണെങ്കിൽ നമ്മൾ അവരെ സല്യൂട്ട് ചെയ്താൽ മതി. അപ്പം ആ റാങ്ക് മുതൽ എബോ ഇപ്പൊ നമ്മൾ ആരെ കണ്ടാലും, ആ ഫുൾ യൂണിഫോമിൽ കണ്ടാലും നമ്മൾ സല്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് പോളിസി. അപ്പൊ നമ്മൾ ഇൻ കേസ് അദ്ദേഹത്തിന് ഇപ്പം ഹാറ്റ് ഇല്ല, അല്ലെ ഫുൾ യൂണിഫോമിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഔട്ട് ഓഫ് റെസ്പെക്ട് ഒട്ടുമിക്ക പോലീസ് ഓഫീസർ ഇപ്പൊ നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണറെ കണ്ടു, ഹാറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ സല്യൂട്ട് ചെയ്തെന്നിരിക്കും. അപ്പൊ അവർ തിരിച്ച് നമ്മളെ കൈ കാണിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ പോളിസി നോക്കുമ്പോൾ ഫുൾ യൂണിഫോം വിത്ത് ഹാറ്റ്
നമ്മൾ സല്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായി. രണ്ടാമത് പേഴ്സണൽ ഇന്ററാക്ഷൻ, ഒരു നമ്മുടെ റെസ്പെക്ട് എന്നുള്ളത്. പക്ഷെ അത് കമ്പൽസറി അല്ല. നമ്മളിതുപോലെ ഇപ്പൊ നീ എന്റെ സൂപ്പർവൈസർ ആണ്, ഞാൻ എന്റെ ഫ്രണ്ട് ആണ്, അത് ഒരിക്കലും കൈ കൊടുത്തു ജസ്റ്റ് അതേപോലെ ഒരു റിലേഷൻഷിപ്പ് നാട്ടിൽ കണക്ക് നീ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ റൈറ്റ് അപ്പ് ചെയ്യൂ അങ്ങനൊന്നുമില്ല. ചിലരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ ഹയറാർക്കി ഉണ്ടല്ലോ, ഷെറീഫ് പറഞ്ഞ നേരത്തെ പറഞ്ഞു അതും പോലീസാണെന്ന് പറഞ്ഞു, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾ സിവിൽ കേസ് ടേക്ക് ഓവർ ചെയ്യും, പെട്രോളിംഗ് സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യും. അപ്പം ഇതിന്റെ ഹയറാർക്കി തമ്മിൽ മാറ്റമുണ്ടോ? ഹയറാർക്കി ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പം നമുക്ക് ഡെപ്യൂട്ടി ഷെറിഫ് ഉണ്ട്, അവരാണ് പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്നത്. ഞാൻ തൊട്ട് മുന്നിലുള്ള സർജൻ, ഇവരോട് തന്നെ സർജന്റ് ഉണ്ട്, ഇവർക്ക് കോപ്പറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സർജന്റ് ആണ്. സർജന്റ്, അത് ലുട്ടനന്റ്, പിന്നെ ക്യാപ്റ്റന്. ക്യാപ്റ്റൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്പെക്ടർ ആണുള്ളത്, പിന്നെ ചീഫ് ഇൻസ്പെക്ടർ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഷെറിഫ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആളാണ് ഷെറിഫ്. ഷെറിഫ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ടഡ് ഒഫീഷ്യലാണ്. ബാക്കിയുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഒരു അവരുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് കമ്മീഷണറാണ്, പോലീസ് കമ്മീഷണറാണ് അവരുടെ ടോപ്പ് ആള്. അപ്പോൾ ആ ആളെന്ന് പറയുന്ന സിറ്റിയുടെ ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ സിറ്റിയിലെ ടൗൺഷിപ്പിലാണ് വരുന്നത്. അപ്പോൾ അതിന്റെ മേയറാണ് അപ്പോയിന്റ് ചെയ്യുക, ആളെ പിക്ക് ചെയ്തിട്ട് നീ ആ കമ്മീഷണർ എന്ന് പറയുവാണ്. പക്ഷേ ഷെറിഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആൾക്കാർ ഇലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഷെറിഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഷെറിഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയത്തില്ല, അതൊരു ഓഫീസാണ്. ഇപ്പൊ മേയറിന്റെ ഓഫീസിന്റെ കൂട്ട് ഷെറിഫിന്റെ ഓഫീസാണ്. കാരണം ഈ ഷെറിഫ് എന്ന് പറയുന്ന ആള് ഇലക്ഷനിൽ നിന്നിട്ട് ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഷെറിഫ് ആണെന്നാണ്. അപ്പം ഷെറിഫാണ് അമേരിക്കയിലെ ഹയസ്റ്റ് ഇലക്ടഡ് ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽ. അതൊരു വാല്യുബിൾ ഇൻഫർമേഷൻ തന്നെയാണ്. ഇനി ബാക്ക് ടു നമ്മൾ മിലിറ്ററിയിലോട്ട് വരുവാണെങ്കിൽ, എത്ര കൊല്ലം മുമ്പായിരുന്നു മിലിറ്ററി ഉണ്ടായിരുന്നത്? ഞാൻ 2002 2008. അവിടുത്തെ ഹയറാർക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. It was almost similar. Basically, private class പിന്നെ corporal, sergeant, master sergeant, പിന്നെ അത് officers ആയിട്ട് ഒരു ബ്രാഞ്ചും ഉണ്ട്, sergeant ആയിട്ട് ഒരു ബ്രാഞ്ചും ഉണ്ട്. അപ്പം basically the same system, but എല്ലാവർക്കും different titles. കൗണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്രൈം ഏതാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം. അതിന്റെ പെർസെന്റേജ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ നേടുന്ന ഏറ്റവും ഒരു കൂടുതൽ ക്രൈം ഏതാണ്? ഇപ്പൊ ഫിലഡൽഫിയയിൽ നമ്മളിപ്പോ കൂടുതൽ പോലീസ് റെസ്പോണ്ട് ചെയ്യുന്ന ക്രൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് റീറ്റെയിൽ തെഫ്റ്റ്, ഡൊമസ്റ്റിക്, സ്റ്റോളൻ കാറ്, ഇതാണിപ്പം. പിന്നെ സമ്മർ ടൈം അതിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ വിന്റർ ടൈമിനനുസരിച്ചിരിക്കും. ഇപ്പം കേരള കൺവെർട്ടർ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കുറച്ച് ഇൻസിഡൻസ് ഇപ്പം എക്സ്ട്രാ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പോലീസ് റെസ്പോണ്ട് ചെയ്യുന്ന ക്രൈംസ് ഇപ്പൊ കണ്ടുവരുന്നത്. സോ പിന്നെ നമുക്കിപ്പോ ബർഗറീസ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്, ഇപ്പം അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഡിഫറെന്റ് ഇപ്പൊ ദിവസത്തിനനുസരിച്ചിരിക്കും. ചില ദിവസം കൂടുതലായിരിക്കും ഡിഫറെന്റ് ക്രൈംസ്, ചില ദിവസങ്ങളിൽ മറ്റു ഡിഫറൻസ്. അപ്പം ഈ ഒരു ക്രൈം തന്നെയാണ് കൗണ്ടി. ഇപ്പൊ സിറ്റി പറഞ്ഞു, കൗണ്ടി വരുമ്പോ എങ്ങനെ? കൗണ്ടി ഞങ്ങൾക്ക് സ്മോളർ ഡിപ്പാർട്ട്മെന്റ്, ഇവിടുന്ന് പറഞ്ഞാൽ മച്ച് ബിഗർ ദാൻ us. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി സ്മോളർ ആയതുകൊണ്ട് വി ഹാവ് മോർ ടൈം ടു ഫോക്കസ് ഓൺ a little bit more. അപ്പം ചെറിയ വ്യത്യാസമാണ്, ഞങ്ങളുടെ കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിരിക്കും. സോ എനിത്തിങ് ഫ്രം ഏത് ക്രൈം ഇരിക്കും, but it'll be the same crime book. ഞങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന സെയിം ക്രൈം സ്ക്വാഡ് ആണ്. But depending അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് പറഞ്ഞാൽ a lot of auto theft and drug use and things like that. അത് ഞങ്ങളുടെ അവിടുത്തെ പ്രശ്നം. So ഇവിടുന്ന് പറഞ്ഞാൽ more like they have more include shootings and more felony crimes and things like that. അപ്പം ആ വ്യത്യാസമായിരിക്കും, because bigger city, smaller can. ആസ് എ ഓഫീസ് അപ്പൊ എന്തിന്റെ ബേസിലാണ് ഒരാൾക്ക് ഒരു പുള്ളി ക്രിമിനലാണോ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ എന്തിന്റെ ബേസാണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? നമ്മളിപ്പം എല്ലാ ചാർജസും വരുന്നത് ഇച്ചിരി പറഞ്ഞ പോലെ നമ്മൾ പെൻസിൽവേനിയ ക്രൈം സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ലോ ബുക്ക് തന്നെ ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ചാർജസും വരുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇപ്പൊ ഒരു ജോലി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒഫൻസ് ആണോ അല്ലയോ എന്നുള്ളത് ഇത് ചെയ്തതിനു ശേഷം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്രൈംസിനെ മൂന്നായിട്ട് തരംതിരിക്കും: സമ്മറി, മിസ്റ്റമീനർ, ഫെലനി. അപ്പം മിസ്റ്റമീനർ മുതൽ മേപ്പോട്ടുള്ളതെല്ലാം ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് പോലീസിനുണ്ട്. അപ്പൊ സമ്മറി മുതൽ താപ്പോട്ടുള്ളതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന് ആ സമയത്ത് ഇപ്പം ചിലയിടത്ത് നമ്മൾ CBNO അല്ലെങ്കിൽ സമ്മറി സൈറ്റേഷനോ കൊടുക്കും. ടിക്കറ്റ് കൊടുക്കുന്നത് പോലെ വേറൊരു സമ്മറി സൈറ്റേഷൻ നമ്മൾ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇൻസിഡന്റ് അനുസരിച്ച് അവരെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യാം. ഇപ്പൊ പ്രൈവറ്റ് ക്രിമിനൽ കംപ്ലൈന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് നമുക്ക് ഫിലഡൽഫിയയിലുണ്ട്. അപ്പം നമുക്കിപ്പോൾ അവരോട് പറയും, ഇപ്പൊ സിമ്പിൾ അസോൾട്ട് ആ ടൈപ്പ് ചാർജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെപ്പറേറ്റ് കംപ്ലൈന്റ് ചെയ്യാം. കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് സിവിൽ സൂട്ട് ഫയൽ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിലോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഡീപ് ഇൻവോൾവ്മെന്റ് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ ക്രൈം പാറ്റേൺ നമ്മൾ ഇത് ചെയ്യുന്നത്.
പോലീസ് ഇപ്പൊ നാട്ടിൽ ഇങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തുന്നില്ലേ, അങ്ങനെ ഒരാളെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇവിടെ എല്ലാവരും പറയും പോലീസ് അബ്യൂസ് മാടയാ കോടയാ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, മനസ്സിലായി. ഇപ്പൊ ചുമ്മാ പോകുന്ന ഒരാൾ വഴി പോകുന്നത് നമുക്ക് എന്തെങ്കിലും സസ്പെഷൻ ഉണ്ടെങ്കിൽ അവർ ക്രൈം കമ്മിറ്റ് ചെയ്തു അല്ലെ അവന്റെ ഗൺ ഉണ്ടെന്ന് നമുക്ക് തോന്നി, നമുക്ക് റീസണബിൾ നമ്മൾ ബ്ലെയിം കണ്ടു കഴിയുമ്പോൾ മാത്രമേ അവനെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ, മനസ്സിലായി. അല്ല ചുമ്മാ mere encounter ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുകയാണ്, at any point you can walk away. At any point you don't want to say anything. I can ask you because you don't want to answer nothing. You can walk away. That's called a mere encounter. അത് കഴിഞ്ഞ് mere encounterൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കാറ്റഗറി കൂടി വരുവാണ്. അന്നേരം നമ്മളിപ്പോൾ ഒരു പ്രോബബിൾ കോഴ്സിൽ ഐ ഫീൽ ലൈക്ക് യു ആർ വാണ്ടഡ് ഫോർ ഹോമിസൈഡ് ഓർ സംതിങ്, ദാറ്റ് പോയിന്റിൽ റീസണബിൾ സസ്പിഷൻ വേണം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എസ്കലേറ്റ് ചെയ്ത് നമുക്ക് എൻകൗണ്ടറിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു ഇത് സംസാരിക്കും, അവരുടെ അഗ്രി സംസാരിക്കും. അറസ്റ്റ് വരുന്നത് ഇവിടെ ഏത് പാർട്ടിലാന്ന് വെച്ചാൽ പ്രോബബിൾ കോസ് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് വരത്തുള്ളൂ, മനസ്സിലായി. മേയർ എൻകൗണ്ടറിലോ റീസണബിൾ സസ്പിഷനിലോ നമുക്ക് അറസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മള് പ്രോബബിൾ കോസ് ഡിറ്റൈൻ ചെയ്യണമെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം റീസണബിൾ സസ്പിഷൻ വേണം, ക്രൈം കമ്മിറ്റ് ചെയ്യുന്നുള്ള ഒരു ഇത് വേണം. ഓക്കെ, ഇവരൊക്കെ മലയാളികളെന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് പണ്ടേ മൈഗ്രേറ്റ് ചെയ്ത് അല്ലെ, പേരന്റ്സിന്റെ കൂടെ മൈഗ്രേറ്റ് വന്നായിരിക്കും. അപ്പൊ ഏകദേശം ഏത് പ്രായത്തിൽ വന്ന ഇവിടെ? ഞാൻ ഇവിടെ 14 ദിവസം. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് സ്കൂളിലൊക്കെ പഠിച്ചത്. എന്നാലും മലയാളം അറിയാം, കാരണം പേരന്റ്സ് മലയാളം സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ചെറുപ്പത്തിൽ ഇവിടെ വന്ന് മൂവ് ചെയ്ത് വന്നോണ്ടാണ്. അപ്പം നാട്ടിലൊക്കെ പോവാറുണ്ടോ? പിന്നെ പോവാറുണ്ട്, അവിടെ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു പോലീസ് ഓഫീസറായിട്ട് നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രോട്ടോകോൾ നോക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടോ? പ്രൊസീജിയറും പ്രോട്ടോകോൾ ഒന്നുമില്ല. ഇറ്റ്സ് ബേസിക്കലി നീ ഗോയിങ് ഫ്രം ഹിയർ വെക്കേഷൻ പോവാ, ഓഫ് ഡ്യൂട്ടി അങ്ങനെ, അല്ലാതെ പ്രോട്ടോകോൾ ഇവിടെ പറഞ്ഞിട്ട് പോകുന്നില്ല. വി കാൻ ടെൽ ദ ബോസ് വെയർ യു ഗോയിങ്, അല്ലാതെ ഒന്നുമില്ല. ഇൻ കേസ് നാട്ടിൽ പോയി എന്തെങ്കിലും ചെറിയ, ഇപ്പം നാട്ടിൽ ഇന്ത്യ തന്നെ പോകണമെന്നില്ല, ഏതൊരു കൺട്രിയിൽ പോയി ഒരു ഇഷ്യൂ ഉണ്ടായി, ഇൻസിഡന്റ് ഉണ്ടായി, എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു സപ്പോർട്ടോ ഒരു പ്രൊട്ടക്ഷനോ പ്രൊവൈഡ് ചെയ്യോ? എങ്ങനെ ആയിരിക്കും ആ സിറ്റുവേഷനെ? ഇപ്പം നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു, എങ്ങനെ ടാക്കിൾ ചെയ്യും? So our diplomatic question angle, we are local law enforcement, so we have nothing to do with politics, nothing to do with anything with the state. അങ്ങനെയൊന്നുമില്ല, ഫെഡറൽ ഒന്നുമില്ല. So there is no diplomatic protection. പോലീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുവാണെങ്കിൽ ആക്ച്വലി യു ഗോണ ഗെറ്റ് ഇൻ മോർ ട്രബിൾ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കുന്ന വേറെ, ലൈക്ക് നീ പോലീസ് ഓഫീസറായി ഇത് ചെയ്യുന്നുണ്ട്, യു ആർ അബൈഡിങ് ബൈ ദ ലോ, സോ യു ഹാവ് ടു ഫോളോ ദ ലോ ആൻഡ് യു ലുക്ക് മോർ, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ദാറ്റ്സ് യുവർ ജോലി, പിന്നെ ആ ജോലി ചെയ്യുന്നുണ്ട്, അത് പോകുന്നുണ്ട്. സോ യു ഹാവ് ടു. ഇത് പറയാൻ ഞാൻ പോലീസാണ്, ഹൗ ദേ ടേക്ക് ഇറ്റ്, അറിയുന്ന പോലീസ് അപ്പൊ അവർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പണി വെച്ച് തരും. പക്ഷെ പോലീസ് അമേരിക്കൻ സിറ്റിസൺ ആവണം, അതൊരു കാര്യം. അപ്പൊ അമേരിക്കൻ സിറ്റിസൺ ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഏത് കൺട്രി ചെന്നെങ്കിലും അവിടെ നമ്മൾ സ്റ്റക്കായി പോകുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഗ് ഇൻസിഡന്റ് സംഭവിച്ചാല് അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് എംബസി വഴി നമുക്ക് കിട്ടും. അത് പോലീസ് ആവണമെന്നില്ല, ഏതൊരു പവറിനുള്ള അത് നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ബിക്കോസ് ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ട് ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എന്റെ വൈഫ് ഇപ്പം ബോസിയൊക്കെ എടുക്കാൻ നോക്കി, ഷി ഗോട്ട് ഡിനൈഡ് because I'm in law enforcement here, I'm in military. നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൊരു വേറെ കാര്യമാണ്. ഇവിടെ ലോ എൻഫോഴ്സ്മെന്റിൽ ഉള്ളവർക്ക് നാട്ടിലെ ഔസേ കാർഡ് കിട്ടില്ല, ഡുവൽ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. മിലിറ്ററി, പോലീസ്, ഷെരീഫ്, കറക്ഷണൽ ഓഫീസർ, ഇതെല്ലാം ഉള്ളവർക്ക് ലോ എൻഫോഴ്സ്മെന്റ്. സോ ഇത്രയും നേരം ഇവരുടെ ഡ്യൂട്ടിയിൽ ഡേ ടു ഡേ ലൈഫിൽ അവർ കാണുന്നു കേൾക്കുന്നു, അവരെങ്ങനെയാണ് ലോയിനെ അല്ലെ എങ്ങനെയൊക്കെ ആക്കിയത് കേസ് എടുക്കാം, ഏതൊക്കെ തരത്തിൽ പോയാൽ കേസ് ആവും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പലതും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, പലതും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഓഫീസറാണ്, ഇപ്പം നിങ്ങളെല്ലാം സിറ്റിസൺ കൂടി അല്ലെ? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അമേരിക്കൻ പോലീസ് ആവുന്നത് അല്ലെ, എങ്ങനെ ഇവിടെ ഒരു ഓഫീസർ ആവാം അല്ലെ? അപ്പൊ അതിനൊരു നമുക്കൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് പോലീസ് എന്ന് പറയാം, പോലീസിന്റെ പ്രൊസീജിയർ എന്താണ്, ട്രെയിനിങ് എങ്ങനെയാണ്, ഒരു പ്രിസൈസ് ആയിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് അമേരിക്കൻ പോലീസ് ആവാൻ? എനിക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് തിങ് മെയിൻ പോയിന്റ് സിറ്റിസൺഷിപ്പ് വേണം. സെക്കൻഡ് തിങ്, ബിഫോർ ആണെങ്കിൽ ഇപ്പോൾ ഫിലാഡൽഫിയയിൽ 60 ക്രെഡിറ്റ്സ് വേണം, കോളേജ് ക്രെഡിറ്റ്സ്. നൗ അവർ അതില്ല, ഇപ്പോൾ ഹൈസ്കൂൾ മതി. പിന്നെ അക്കാഡമിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നു, അതിൻ്റെ കൂടെ ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. വൺസ് യു പാസ് റിട്ടേൺ എക്സാം, നോർമലി യു ഗെറ്റ് ദ ഫിസിക്കൽ റൈറ്റ് അവേ. ഇത് പറഞ്ഞ പോലെ നമുക്കിപ്പം സിവിൽ എക്സാം എടുക്കുക എന്നുള്ള നമ്മുടെ നാട്ടിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആക്ച്വലി പ്രോസസ് തുടങ്ങുന്നത് നമ്മുടെ സിറ്റി വെബ്സൈറ്റ്, ഓരോ കൗണ്ടിയുടെ അല്ലെങ്കിൽ സിറ്റി വെബ്സൈറ്റിൽ അവർ പോലീസിനെ ഹയർ ചെയ്യുന്നു എന്നുള്ള ആപ്ലിക്കേഷൻ വരും. നമ്മളപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ
അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ഇമെയിൽ അയക്കും അല്ലെങ്കിൽ ലെറ്റർ അയക്കും. ഇന്ന ദിവസം നമ്മൾ ചെന്ന് റിട്ടേൺ ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഫിലഡൽഫിയയിൽ റിട്ടേൺ ടെസ്റ്റ് എടുക്കുന്ന സെയിം ഡേയിൽ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റും എടുക്കുന്നത്. അപ്പം റിട്ടേൺ ടെസ്റ്റ് എടുത്ത് അത് അപ്പൊ അവർ അന്നേരം തന്നെ പാസ്സായോ ഇല്ലയോ എന്നുള്ളത് അവർ ഇത് ചെയ്തിട്ട് പറയും പാസ്സായ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് താഴെ ചെല്ലാൻ പറയും. താഴെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവര് ഓൾറെഡി നമുക്ക് മിനിമം തന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ തന്നെ അവർ കാണിച്ചിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 1.5 മൈൽ റൺ ചെയ്യണം ഇത്ര മിനിറ്റിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര പുഷപ്പ് എടുക്കണം, ഇത്ര ബെഞ്ച് പ്രസ് ചെയ്യണം. ആക്ച്വലി ഏജിനെ ബേസ് ചെയ്ത് അത് വേരിയേഷൻസ് വരും. അത് നമുക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് നമുക്ക് അവർ കറക്റ്റ് കാണിച്ചു തരും ഇന്ന വേരിയേഷൻസ് ആണെന്നുള്ളത്. സോ അവിടെ അന്നേരം നമ്മൾ ഫിസിക്കലി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ യു ആർ പാസ് ഫിസിക്കൽ, നിങ്ങളെ അടുത്ത ആൾ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോരുക. അത് കഴിയുമ്പോൾ വിത്തിൻ 5 to 6 months അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് അവരുടെ എത്രമാത്രം നീഡഡ് ആണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ലെറ്റർ വരും. ഓക്കെ നമ്മൾ ഇത് പോളിയോഗ്രാഫ് എടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെല്ലാനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് അവരൊരു ബുക്ക് തരും, ഒരു ഹിസ്റ്ററി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യാനുള്ള ബുക്ക് വരും. അത് നമുക്ക് തന്നിട്ട് നമ്മൾ അത് ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് 5 to 10 yearsനകത്തുള്ള എല്ലാ ഇൻഫർമേഷനും അവർ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അസൈൻ ചെയ്യുന്ന ഡിറ്റക്റ്റീവ് നമ്മൾ കൊടുക്കുക. അപ്പൊ അദ്ദേഹം അത് ഫോളോ ത്രൂ ചെയ്യും. ഫുള്ള് നോക്കി വെച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാല് നമ്മളെ പോളിഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ ലൈ ഡിറ്റക്ടർ ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മൾ അതിന് അപ്പോയിന്റ്മെന്റ് തരും. അപ്പൊ അവര് നമ്മളോട് ബേസിക്കലി കുറെ നമ്മുടെ മെന്റൽ സ്റ്റാറ്റസും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമ്മൾ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ കള്ളം പറഞ്ഞാല് ഓട്ടോമാറ്റിക്കലി മിഷൻ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ അവർക്ക് അത് നോക്കുമ്പോൾ അവർക്ക് അറിയാം നമ്മൾ എവിടെയോ കള്ളം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ കൂടുതൽ റിക്വയർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വേണ്ടതുകൊണ്ട് അവർ അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യും. ഇല്ല അതും പാസ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്ത പ്രൊസീജിയറിലേക്ക് മുന്നോട്ട് പുഷ് ചെയ്യണം. പോളിഗ്രാഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫർദർ നിൽക്കുകയാണ്. പിന്നെ അവർക്ക് ഇപ്പൊ ക്ലാസ് എത്ര പേര് വേണം, നെസസറി ആണ് ഓരോ ക്ലാസ്സിന് വേണ്ടെന്നനുസരിച്ച്. പോളിഗ്രാം കഴിഞ്ഞിട്ട് സൈക്കോളജിയുടെ ഒരു 300 ക്വസ്റ്റ്യൻസിന്റെ എക്സാം ഉണ്ട്. അത് നീ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ സൈക്കോളജിയുടെ ഡോക്ടറുമായിട്ട് നമ്മളൊരു ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അവര് ഇത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് അവർ ചോദ്യം ചോദിക്കും. ഈ സൈക്കോളജിയുടെ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 3 to 4 times ഡിഫറെന്റ് വേ റിപ്പീറ്റ് ചെയ്യും. ഒരു ചെക്ക് ചെയ്യും നമ്മൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്, ബിഹേവിയർ കൈൻഡ്. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇരിക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അക്കാഡമിയിൽ അവര് നമ്മളെ ഒന്ന് ഷേപ്പ് അപ്പ് ചെയ്ത് അക്കൂട്ടത്തിലിരിക്കും. ഏകദേശം ഒരു 8 to 9 months ഉണ്ട്. ഒരു ഏകദേശം ഒരു 32 എക്സാംസ് ഉണ്ട്. അതായത് നമ്മൾ അവരെ പഠിപ്പിക്കും, അതിന് എക്സാം ഉണ്ട്, ചെറിയ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ഒരു ഫൈനലുണ്ട് സ്റ്റേറ്റിന്റെ. ആ എക്സാം ആണ് നമുക്ക് 50 സ്റ്റേറ്റിലും ലൈസൻസ് ക്യാരി ചെയ്യുന്നതിനുള്ള ഇതും നമ്മൾ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആക്കി മാറ്റുന്നത്. സ്റ്റേറ്റ് സർട്ടിഫൈഡ് ആകും. അതേപോലെ തന്നെ പിന്നെ വേറെ കാര്യമുള്ളത്, ഫിലാഡൽഫിയയിൽ ഏജ് ലിമിറ്റ് ഇല്ല പോലീസിൽ അപ്ലൈ ചെയ്യുന്നതിന്. ഏജ് ലിമിറ്റ് ഇല്ല. ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. കടമ്പകൾ കടക്കണമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ആർക്കാലും മതി. അപ്പം എന്റെ കൂടെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി 48 വയസ്സുള്ള ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇത് ചെയ്തു, വേറെ ഒത്തിരി ജോലി ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ല അച്ചീവായിട്ട് ഇപ്പം നല്ലൊരു പൊസിഷനിലൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നിയത് പോലീസ് ആവാന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റും കൂടി വേണം. തീർച്ചയായും സർവീസ് എന്ന് മാത്രമല്ല, നമ്മൾ എല്ലാ സിറ്റുവേഷനും കവർ ചെയ്യാനുള്ള ഒരു മനസ്സ്, തുറന്ന മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാടി കയറിയിട്ട് കാര്യം പിടിച്ചേക്കാൻ പറ്റൂ. നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മള് മുൻകൂട്ടി ചെല്ലുന്നതിന് മുമ്പ് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് പോകരുത്. ചിലപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവനെ ലോക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുക്കരുത്. നമ്മൾ അവിടെ ചെന്നിട്ടാണ് സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ടാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഇമ്പോർട്ടന്റ്. നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോൾ പല സിറ്റുവേഷൻ ബേസ് അല്ല, നമുക്ക് മുൻകൂട്ടി നിർവചിക്കാനേ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇത് വേണം. അതായത് ഇപ്പം പേടിച്ച് നിൽക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പൊ ജയിലിലാണെങ്കിലും പോലീസിലാണെങ്കിലും നമ്മൾ ക്വിക്ക് ഡിസിഷൻ എടുത്ത് നമ്മളത് ഓർഡർ എടുത്ത് നമ്മുടെ അതോറിറ്റി കാണിക്കണം. നമ്മൾ മനസ്സിലായി ഇപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഇത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇത് വേണം. സെയിം ആണ്. നമ്മൾ ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് ടെസ്റ്റ് എടുത്ത് കഴിയുമ്പം മെയിൻ ആയിട്ട് എനിക്ക് അറിയേണ്ടത് ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്? ക്വാളിഫിക്കേഷൻസ് pretty much സെയിം ആണ്. പിന്നെ ഇപ്പം ഫിലാഡൽഫിയ കൗണ്ടി ടു കൗണ്ടി ആണ് ഓരോ ക്വാളിഫിക്കേഷൻ അവർ ഇടുന്നത്. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അവര് സിറ്റിസൺഷിപ്പ് അവർ മെയിൻ ആയിട്ട് ആക്കുന്നില്ല. സിറ്റിസൺ ആവേണ്ട ആവശ്യം നിർബന്ധമില്ല. ഇപ്പൊ ഗ്രീൻ കാർഡ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം, കിട്ടാം. ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ ടെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കലിന് പോവുക. ഫിസിക്കലിനെ വേണമെങ്കിൽ റഫായിട്ടെന്ന് പറയാം. ഇപ്പോൾ 25 to 30 ഉള്ള ഒരാളാണെങ്കിൽ 1.5 മൈൽ ഓടണം, 1.5 മൈൽ ഓടണം.
അത് ഓടുന്നത് ഒരു 11 മിനിറ്റ്സ് കൊണ്ട് ഓടി തീർക്കണം. പിന്നെ പുഷപ്സ് ഉണ്ട്. പുഷപ്സ് 1 മിനിറ്റ് കൊണ്ട് അവർക്കൊരു 35-40 പുഷപ്സ് എടുക്കണം. 1 മിനിറ്റ് കൊണ്ട് 60 seconds. 60 സെക്കൻഡ്സ് ഉണ്ട്. 60 സെക്കൻഡ്സ് കൊണ്ട് ഒരു 40 പുഷപ്സ് എടുക്കണം. പിന്നെ സിറ്റപ്സ് ഉണ്ട്. സിറ്റപ്സ് 35 സിറ്റപ്സ് 1 മിനിറ്റ് കൊണ്ട് എടുക്കണം. പിന്നെ സ്പ്രിന്റ് ഉണ്ട്. അത് ഒരു 300 മീറ്റർ നമ്മൾ സ്പീഡിൽ ഓടണം. 1.5 മൈലിൽ പതുക്കെ ഓടുന്നത്, പക്ഷെ 11 മിനിറ്റ്സ് കൊണ്ട് ഓടണം. പക്ഷെ സ്പീഡിൽ ഓടുന്നുണ്ട്. 300 മീറ്ററേ ഉള്ളൂ. അതൊരു 50 സെക്കൻഡ്സ് കൊണ്ട് ഓടി തീർക്കണം. അതാണ് ഇത്. ഇപ്പൊ ഫിസിക്കൽ എന്തെങ്കിലും മേ ബി ഒന്ന് മാത്രം സോ അവര് ബേസിക്കലി ഒരു ചാൻസ് കൊടുത്തിട്ടുള്ളൂ. ഒരു 1 വീക്ക് 2 വീക്ക് ഇത് തരും. അത് കഴിയുമ്പോൾ അടുത്ത അപ്പോയിന്റ്മെന്റ് തരും. സോ ഷെറിഫ്സ് ഓഫീസിൽ 2 ചാൻസ് തരും. ആദ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാം പാസ്സാവണം. അത് തിരിച്ചു വരുമ്പോൾ പിന്നെ എല്ലാം പിന്നെയും ചെയ്യിപ്പിക്കും. നേരത്തെ പാസ്സായതും പിന്നെയും ചെയ്യിപ്പിക്കും. അത് പാസ്സാവുക. എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് സെയിം തിങ് ബാക്ക്ഗ്രൗണ്ട് ചെക്കും അത് ഇതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പോലീസും ഷെറിഫും വ്യത്യാസം ട്രെയിനിങ് വരുമ്പോൾ ഇവർക്ക് ഇവിടെ തന്നെ അക്കാഡമി ഉണ്ട്. ഇവർ ഫിലഡൽഫിയയിലാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. ഞങ്ങളത് പറഞ്ഞാൽ പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിടുകയാണ് ട്രെയിനിങ്ങിന്. അവിടുത്തെ അവർക്ക് ഒരു പെൻ സ്റ്റേറ്റ് മെയിൻ ക്യാമ്പസിൽ ഒരു ക്രിമിനൽ ജസ്റ്റിസ് പ്രോഗ്രാം ഉണ്ട്. അവരാണ് ഞങ്ങളെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഷെറിഫിന്റെ വേറെ വ്യത്യാസം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഓടിപ്പിക്കും. അവിടെ ഈ ഫിസിക്കലെല്ലാം ഒന്നുകൂടെ ചെയ്യണം. ആദ്യത്തെ ദിവസം അവിടെ ചെയ്യണം. അപ്പൊ അവിടെ അത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം അവർ തിരിച്ചു വിടും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഷെറിഫിന്റെ ഓഫീസിൽ അവരാണ് ഡിസൈഡ് ചെയ്യുക നമ്മളെ കീപ്പ് ചെയ്യണോ തിരിച്ച് പെൻസിറ്റി വിടണോ വേണ്ട എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. കംപ്ലീറ്റ് ആയ തിരിച്ചു വിടണോ. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ കയറി പാസ്സായി, പക്ഷേ ലെസ് നമ്മളിപ്പം പെൻസിറ്റി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ഓടിപ്പിക്കുമ്പോൾ നമ്മൾ ഫെയിൽ ആയിപ്പോയി. അന്നേരം അവർ പിന്നെ നമുക്ക് ആ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അവർ തിരിച്ചു വിടും നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം പാസ്സായി അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പാസ്സായെങ്കിൽ പിന്നെ ട്രെയിനിങ് കഴിയാറാകുമ്പോൾ പിന്നെ ഒരു ഓട്ടം ഉണ്ട്. മനസ്സിലായി. അപ്പൊ ടോട്ടൽ നമ്മൾ 3 പ്രാവശ്യം ഓടണം. ഓടുന്നത് എല്ലാ ഫിസിക്കലും 3 പ്രാവശ്യം ചെയ്യണം. ഇത് നോർമലി എല്ലാവർക്കും അറിയാൻ ആകെയുള്ള കാര്യമാണ്. ഇത് ബേസിക്കലി ഇപ്പൊ നമുക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ആണെങ്കിൽ ഇപ്പൊ അമേരിക്ക ഇപ്പൊ ലോഫുള്ളി ഇവിടെ ഉള്ള ഒരാൾക്ക് ഇത് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ആരും കടന്നു വരിക അവർക്ക് ഒരു പ്രൊഫഷണൽ ജോബ് ഏത് എടുക്കണം എന്ന് അറിയാൻ സമയത്ത് ഇതൊക്കെ എടുക്കണമെങ്കിൽ യൂസ്ഫുൾ ആയി തിങ്ങാണ്. ഈ ഒരു ബേസിക്കലി ഒരു ഷെറിഫിന്റെ ഒരു ബേസിക് സാലറി സ്കെയിൽ എന്ന് പറയാമോ? എങ്ങനെയാണ് ബേസിക്? ഇപ്പം ഷെറിഫിന്റെ സാലറി എന്ന് പറയുന്നത് 47,000 തൊട്ട് 60 കറക്റ്റ് ഓർക്കുന്നില്ല 64-65 കണ്ടാ തോന്നുന്നു. ഇയർലി സാലറി 45 to 60 അതാണ്. പക്ഷെ നമ്മൾ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബേസ് സാലറി എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. മനസ്സിലായി. കാരണം നമുക്ക് ഒരു ഫിക്സ് ജോലി പോലെയല്ല ഈ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പം ജോലി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും വേറെ ഇൻസിഡന്റ് അങ്ങനെ വരുന്ന ഒത്തിരി ഓവർ ടൈം ചെയ്യേണ്ടി വരും. പിന്നെ അത് ഭയങ്കര ഇതാണ്. അതായത് നമുക്ക് ഒരു ഫിക്സ്ഡ് അവേഴ്സ് കാണത്തില്ല. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആവാം. മനസ്സിലായോ? കാരണം സമയത്തൊന്നും വീട്ടിൽ പോകാൻ പറ്റില്ല ചില സമയത്ത്. ഇനിയിപ്പോ പോലീസിന്റെ കേസിലാണ് എങ്ങനെ ബേസിക് സാലറി സ്കെയിൽ എങ്ങനെയാണ്? 56,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ബിലീവ് ഇറ്റ്സ് ഗോ ടു 72. ബട്ട് എവറി ഇയറിൽ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. യൂണിയൻ നെഗോഷിയേഷൻ വെച്ച് 2.5 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ. അപ്പം ഇത് സാലറി മാത്രമല്ല, ഇവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. ഫാമിലി ബെനിഫിറ്റ്സും ഉണ്ട്, ലീവ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് മിലിറ്ററിയിലൂടെ പോവാം. അപ്പം ഓർമ്മയിലുള്ള എക്സ്പീരിയൻസ് എന്താണ്? ട്രെയിനിങ് എന്തൊക്കെയായിരുന്നു? അമേരിക്കൻ മിലിറ്ററി ട്രെയിനിങ് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ സൈനപ്പ് ചെയ്യുക. ആദ്യത്തെ നമ്മൾ ഫിസിക്കൽ പോകും, ഫോർട്ട് ടെക്സി കൊണ്ടുപോകും. സോ യു ഹാവ് ടു ഫിസിക്കൽ, ഡോക്ടറിനെ കാണണം, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിനകത്ത് ഒരു ബാഗ് തരും. അതിനകത്ത് പറയും 3 വൈറ്റ് ടീ ഷർട്ടോ അല്ലെങ്കിൽ 3 ഷോർട്ട്സോ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ട്, യൂണിഫോം. ആ ലിസ്റ്റ് പാക്ക് ചെയ്യുക. ഒരു 1/2 ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യുക. അവിടെ നിന്ന് ഇപ്പം ഏത് ജോലി എപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ MOS ഉണ്ട്. ഏത് ജോലി എംബ്രിട്ടറി ചെയ്യുന്നത് അതനുസരിച്ച് ഡിഫറെൻറ്റ് ക്യാമ്പിൽ കൊണ്ടുവിടും. ഞാൻ പോയെന്ന് പറഞ്ഞാൽ കെൻടക്കി, ഫോർട്ട് നാക്സ് കെൻടക്കി ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ട്രെയിനിങ്ങിന് വേണ്ടി ന്യൂജേഴ്സി പോകും. അവിടെ ഫസ്റ്റ് ആയിട്ട് ഓടാൻ തുടങ്ങും, ഫിസിക്കൽ തുടങ്ങും. സോ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവരും ഒരു ക്ലാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് യു ഗോ സ്ട്രേറ്റ് ടു കെൻടക്കി, ഫോർട്ട് നാക്സ് കെൻടക്കി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിനിമ പോലെ ഒന്നുമില്ല. അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓക്കെ, നമുക്ക് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുക, ഇത് പിടിക്കുക. അവരെയും കൊണ്ട് നമ്മളെ 3-4 പേര് വരും. ഓളോളോ ഒച്ച എല്ലാം പറയും, വഴക്ക് പറയും, പുഷപ്പ് ചെയ്യും. അത് ഫുൾ ഒരു നമ്മളൊരു കംപ്ലീറ്റ് അവന്മാരൊരു വട്ടാക്കും. എന്നിട്ട് ബൂട്ട് ക്യാമ്പ് ബേസിക്കലി. അപ്പോൾ ഞാനവിടെ ക്ലോസ് 6 to 8 months. സോ അത് ബേസിക് ട്രെയിനിങ് എല്ലാവർക്കും ചെയ്യും. അത് കഴിഞ്ഞ് whatever job you pick, ഏത് പൊസിഷൻ എടുത്തത് ആ പൊസിഷന് സ്പെഷ്യലൈസ് ട്രെയിനിങ് ഉണ്ട്. സോ ബേസിക്കലി ദിസ് നോ
എൻ്റെ അവിടെ നിന്ന് പറഞ്ഞപ്പം നോ ഷുഗർ, ജസ്റ്റ് വാട്ടർ മാത്രം, അവർ തരുന്ന ഫുഡ് കഴിക്കുക, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, എല്ലാ ദിവസവും ഓടും, എല്ലാ ദിവസവും ഫിസിക്കലുണ്ട്, വീട്ടിൽ വല്ലപ്പോഴും വിളിക്കാൻ പറ്റും, ചിലപ്പം വിളിക്കാൻ പറ്റത്തില്ല, നോ ഫോൺ കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ്. അത് പറയുന്നത് ചെയ്യുക, അവർ 6 മാസം 8 മാസം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. അപ്പം ഇത് ഈ കടമ കടന്നിട്ടാണ് മിലിറ്ററി ആവുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബേസിക് സ്കെയിൽ ഒന്ന് പറയാമോ? സാലറി ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെയൊക്കെ ബേസിക് സ്കെയിൽ? So അത് military is going to be one whole thing. അതൊരു ബ്രാക്കറ്റിനകത്ത് വരും. അത് anywhere from starting from 30 to go. അപ്പോൾ ഞാൻ ഇറങ്ങിയ 2008 ഇറങ്ങിയത്. So basically ഇതിന്റെ റാങ്ക് അനുസരിച്ചിരിക്കും. Private ഞാൻ പറഞ്ഞത് പ്രൈവറ്റിന്റെ സാധനം. So higher go, the higher rank, the more you get paid. More skills. Okay. എനിക്ക് ഒരു ചോദ്യം ഉള്ളത്, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഓരോരുത്തർ ഓരോ ഓഫീസേഴ്സ് ആയി ചൂസ് ചെയ്തു. ഇപ്പൊ പോലീസുണ്ട്, ഷെറീഫുണ്ട്. അപ്പൊ ഇങ്ങനൊരു ജോലി ചൂസ് ചെയ്തത് ഇപ്പൊ വേറൊരു സെക്ടറിലുള്ള ജോലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലി ചൂസ് ചെയ്തത്? കമ്പയറിംഗ് ടു അതർ ജോബിനെ നോക്കുമ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള റീസൺ? ഞാൻ അമേരിക്ക വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഐ ഡിഡ് 4 ഡിഫറെന്റ് ജോബ്സ്. പക്ഷെ പോലീസിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പിക്ക് ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിക്ക് ചെയ്യാൻ കാരണം എവറി ഡേ ഇസ് ഡിഫറെന്റ്. ഒരു ദിവസം പോലും സെയിം ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ജോലിയിൽ ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരല്ല ഇന്ന് കാണുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആൾക്കാരായിരിക്കും, ടോട്ടലി ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആയിരിക്കും. സോ എവറി ഡേ ഇസ് ലൈക്ക് യു ആർ കൈൻഡ് ഓഫ് എക്സൈറ്റഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വേറെ ഏത് ജോലിയിലാണെങ്കിലും ഇപ്പൊ നേഴ്സ് ആയാലും ഡോക്ടർ ആയാലും കമ്പ്യൂട്ടർ സെയിം ആണ്. എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഇന്ന ജോലി, ഇന്ന ആൾക്കാർ, ഇന്ന സെയിം സിറ്റുവേഷൻ. പക്ഷെ പോലീസിൽ എല്ലാ ദിവസവും ഡിഫറെന്റ് ആണ്. വെരി എക്സൈറ്റഡ്. So same reason, I would exact same reason, because in office jolly എനിക്ക് is going to be the same. ഇത് routine ആണ്. അതുപോലെ the satisfaction you get helping, you're helping എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പറഞ്ഞാൽ ക്രിമിനൽസിനെ പിടിക്കുകയല്ല, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുകയല്ല. It's all different things. So some days there'll be a 5-year-old kid വീട്ടിൽ നിന്ന് ഓടിപ്പോയി, അവർ വിളിക്കും, മമ്മി ഡാഡിയും കറച്ചിലായിരിക്കും, പിള്ളേരെ കാണുന്നില്ല. സോ യു ഡു യുവർ പാർട്ട്, വാട്ട് യു ഡു. നമ്മുടെ എല്ലാവരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യും. യു ഫൈൻഡ് ദ കിഡ്, യു ബ്രിങ് ഹിം ബാക്ക് ഹോം. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്ക് 2 പിള്ളേരുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഈ പിള്ളേരുണ്ടായിരുന്നു, ഇറ്റ്സ് ഡിഫറെന്റ്. നൗ that you are കല്യാണം കഴിച്ചു, പിള്ളേരുണ്ടായി, ജോലി ചെയ്തത്, it's all different. It's all different feeling, all different satisfaction. സെയിം തന്നെ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് കറന്റ്ലി ഈ കമ്മ്യൂണിറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പോലീസിലിരിക്കുമ്പോൾ എങ്ങനെയുള്ള ക്രൈമാണ് പോകുന്നത്, എന്താണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഞാനൊരു പോലീസിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര ന്യൂസ് കാണുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, ഇത് ചെയ്യുന്നു, സറൗണ്ട്സിൽ നടക്കുന്ന ക്രൈംസ്. പിന്നെ മെയിൻലി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം, ക്രിമിനൽസിനെ ഇത് ചെയ്യാം. അത് തന്നെ. പിന്നെ ഒരിക്കലും നമ്മൾ ബോറടിക്കത്തില്ല. ദർ ഇസ് നോ ബോറിംഗേ ഇല്ല. നമുക്ക് 911 കോൾ വന്നുകൊണ്ടിരിക്കും, നീ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെന്റ് മീറ്റ് കംപ്ലൈന്റ്, ഫ്രോഡ്, ഇങ്ങനെ ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മൾ ജോബ് പിന്നെ മെയിൻ നമ്മൾ എങ്ങനെ ജോലി എടുക്കും എന്നുള്ളതാണ്. നമുക്ക് ഏത് ജോലി നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നാം, നമ്മൾ എങ്ങനെ എടുക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് ജോലിക്ക് പോകാൻ വില്ലിങ് ആണോ, ഓൾവേസ് ഹാപ്പിയാണ് എന്ന് വെച്ചാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ചെയ്യുന്ന വർക്ക് ചെയ്തു എന്നൊരു തോന്നല്. വീട്ടിൽ വരുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. സംതിങ് യു ഹെൽപ്പ് സംബഡി സംവെയർ. Yeah, pretty much same thing ആണ്. Like every day different ആണ്. ഒരു ജോലി തന്നെ എപ്പോഴും ചെയ്തുകൊണ്ട് ബോറടിച്ചിരിക്കുമല്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എപ്പോഴും പുള്ളി പറഞ്ഞോളൂ, നമ്മൾ എല്ലാവരും എപ്പോഴും ക്രിമിനൽസിനെ ഇത് ചെയ്യും, അങ്ങനെ ചെയ്യുമല്ല, നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വേറൊരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ലോ എൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ അതൊരു പബ്ലിക് സർവീസാണ്. അപ്പോൾ നമ്മൾ അധികം ഇന്ത്യക്കാരെ കാണാത്തൊരു ഫീൽഡാണ് ഈ പബ്ലിക് സർവീസ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ പബ്ലിക് സർവീസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണുമ്പോഴാണെങ്കിലും നമുക്കാണ് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ, വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ അധികം ഇന്ത്യക്കാരെ കാണാത്തൊരു ഫീൽഡാണ് ഈ ലോ എൻഫോഴ്സ്മെന്റ്. അപ്പം ഇതാണ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിന് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യം അല്ലേ? ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ വീഡിയോക്ക് നല്ല ഇമ്പാക്ട് ആയിരുന്നു അല്ലേ? നമുക്ക് പബ്ലിക്കിന് നല്ല റെസ്പോൺസ് ഉണ്ടായി. ഒരുപാട് പേര് ഇപ്പം ഇവിടെ ലോക്കലി ഉള്ള പല മലയാളീസ് ഇവരെ കോൺടാക്ട് ചെയ്തിരുന്നു. പല ഇമ്പാക്ട് ആ വീഡിയോക്ക് ഉണ്ടായി. അതാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് ശരിക്കും ഇവരോട് ഒരുപാട് പബ്ലിക് റെസ്പോൺസ് ഉണ്ടായ പേരിൽ ഇവരൊരു പബ്ലിക് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? ഫേസ്ബുക്കിൽ ഒരു പബ്ലിക് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഒരു പേജ് ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു ഉദ്ദേശം ഇവിടെ ഉള്ള പബ്ലിക് ആൾക്കാർക്ക് ഇപ്പൊ ലോ ബേസ്ഡ് ഉള്ള എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലോ ഇനി പോലീസിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യും. അതിൽ മിഡിൽ പേഴ്സന്റെ ആവശ്യമില്ല. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? തീർച്ചയായും. ജോയൽ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നുണ്ടായ ഒരു മോട്ടിവേഷനിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം. അപ്പൊ ആ പേജ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അതിനകത്തുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പേജിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഷെറിഫ് അല്ലെങ്കിൽ കറക്ഷൻസ്, ഈ ലോ എൻഫോഴ്സ്മെന്റ് ഫീൽഡിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് നെസസറി ആയി വരുന്ന സമയത്ത് യു ക്യാൻ കോൺടാക്ട് അസ്. നമുക്ക് ആ നമ്പറിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഏതുവഴിയാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കാം. ഞങ്ങളെ കൊണ്ടാവുന്ന എന്ത് ഹെൽപ്പും നമ്മുടെ പബ്ലിക്കിന് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മെയിൻ ഉദ്ദേശമാണ് ആ പേജ് കൊണ്ട് നമ്മൾ
ഉദ്ദേശിക്കുന്നത്. സോ എന്തെങ്കിലും ഞങ്ങളെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോൽ അത് ലിങ്ക് ഇത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിനകത്തൂടെ ഷെയർ ചെയ്യും. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മെയിൻ തിങ് അമേരിക്കൻ പോലീസ് ആക്കോ ചോദിച്ച് മെസ്സേജ് അയക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺ ആവണം, ലോഫുള്ളി ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓഫീസറായിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റുഡന്റ് ആയി വന്നാലും കയറാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ അതാണ് എടുത്തു പറയാനുള്ളത്. അമേരിക്കൻ പോലീസ് ആക്കോയും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നീഡ് ഉണ്ട്, എന്തെങ്കിലും ലോഫുള്ളി അറിയണം, ഒരു സപ്പോർട്ട് വേണം, ഒരു ഗൈഡൻസ് വേണമെങ്കിൽ അല്ലെ, ഇവർ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. അമേരിക്കയിൽ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലോ എൻഫോഴ്സ്മെന്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റിലായാലും എവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഇവരോട് കോൺടാക്ട് ചെയ്താൽ ഇവര് വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ ആ പേജിൽ നിങ്ങൾ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ 911 കോൾസിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അധികമായിട്ടുള്ള ഇവിടെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്ത് ലോ എൻഫോഴ്സ്മെന്റ് കയറാനുള്ള എല്ലാവിധ കരിയർ ഫീൽഡുകളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ജോലിക്കുള്ള. പിന്നെ ഏത് സിറ്റിയിലാണെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ജോബ്സിന്റെ അണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പോലീസിന്റെ ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അവർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതെല്ലാം അവർ കാണിക്കും. സോ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. നമ്മുടെ യൂത്തിന്റെ ഇടയ്ക്ക് ഇതെന്താണ്, അല്ലെങ്കിൽ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇതാണ് സ്റ്റെപ്പ്. നമ്മുടെ മലയാളികൾ ഇന്ത്യൻസും ഈ ഒരു ഫീൽഡിൽ ഉണ്ടെന്നും നമുക്കൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടി കൂടിയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ. ഒരുപാട് ഓഫീസേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർത്തിയെഴുന്നേറ്റ് വരട്ടെ അല്ലെ. തീർച്ചയായും അതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. വ്യൂവേഴ്സിന് മെയിൻ ആയിട്ട് പറയാനുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയലിന്റെ അടുത്ത് ചോദിക്കുക. ജോയലിനെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുക. ഈ ചോദിക്കുന്ന ആവശ്യമൊന്നുമില്ല, വ്യക്തമായിട്ട് നിങ്ങൾ എല്ലാ ഉത്തരവും കൊടുത്തു. ഇനി അതെ, പിന്നെ അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ജോയൽ വഴി ഞങ്ങൾ വീണ്ടും ഇത് ചെയ്യുന്നതായിരിക്കും. ഒരു അടുത്തൊരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിലല്ല പറയാം, നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല. ചോദ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഇമെയിൽ ID എല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി അതിനകത്ത് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഇതിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ മുമ്പോട്ട് വരിക. നിങ്ങൾ കൂടുതൽ മുൻപോട്ട് വന്ന് മിലിറ്ററിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടുമ്പം ഈ രാജ്യത്തിനെ പറ്റി കൂടുതൽ ഇത് ചെയ്യാനും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മുമ്പോട്ട് വരാനാണ് മെയിൻ. നമ്മള് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇല്ല, ഡിഫറെന്റ് ആണ്. ഞങ്ങൾ എത്ര പേരുണ്ട്, ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ if you want to be shy, you got to take a step forward. ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ തന്നെ ആയാലും കറക്ഷനിൽ വെച്ചാണ് ഞാൻ ബ്ലസ്സിനെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ പോലീസിൽ കയറിയിട്ടാണ് ടൈസനെ മീറ്റ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മീറ്റ് ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു നല്ലൊരു ഫാമിലി പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഇതാണ്. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ സെക്ഷൻ നീണ്ടു പൊക്കോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ ശരിക്കും ഇവരെ ഇരുത്തി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 5-6 എപ്പിസോഡ് എടുത്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു അമേരിക്കൻ പോലീസിന്റെ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ബേസിക് ആയിട്ട് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഇവരോട് ചോദിച്ചത്. ഇവർ ഡേ ടു ഡേ ലൈഫിൽ ഇവർ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ അമേരിക്കൻ പോലീസായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഈ 2 വീഡിയോയിൽ നിന്നും അല്ലെങ്കിൽ മുമ്പുള്ള വീഡിയോയിൽ നിന്നൊക്കെ അമേരിക്കൻ പോലീസിന്റെ വണ്ടിയെല്ലാം കണ്ടല്ലോ അല്ലെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ നിയമത്തെയോ നിയമപാലകരെ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. പ്യുവർലി അമേരിക്കൻ പോലീസ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ചെറിയ സെക്ഷൻ മാത്രമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കണ്ടിരിക്കണല്ലോ, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പം സമയമെടുത്ത് ലെങ്തി വീഡിയോ ആയാലും സമയമെടുത്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ഞങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. വീണ്ടും കാണുമ്പോഴേക്കും ബൈ. Thank you. Thank you. Thanks for coming. ജോയലിന്റെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.